പറയാൻ പോകില്ല നബിയേ. അങ്ങനെയാകണം പെണ്ണ്, അങ്ങനെയാകണം പെണ്ണ്. ജീവിതം എന്താണെന്ന് പഠിക്കണം പെണ്ണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം വായിച്ചാൽ, ഫാത്തിമ ബീബിയുടെ ചരിത്രം വായിച്ചാൽ നിനക്ക് ജീവിക്കാൻ പഠിക്കാൻ കഴിയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. പടച്ചവനെ ഒന്നും പറയാറില്ല, ഒരു പരാതിയില്ല, അതില്ല ഇതില്ല. രണ്ടുപേരുടെയും കുടുംബജീവിതം. പെണ്ണ് പഠിക്കേണ്ട മൂന്നാമത്തെ പാഠം. ഒരിക്കൽ അലിയാര് തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ എന്തോ പറഞ്ഞു. അലിയാര് തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ എന്തോ പറഞ്ഞു. പിന്നെ അലിയാര് തങ്ങളും മിണ്ടുന്നില്ല, രണ്ടുപേരും പിണങ്ങി. എന്തോ ഒന്ന് പറഞ്ഞു, രണ്ടുപേരും പിണങ്ങി. അലിയാര് തങ്ങളും മിണ്ടുന്നില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ 80 പ്രാവശ്യം മാപ്പ് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 80 പ്രാവശ്യം അലിയാര് തങ്ങളുടെ പുറകെ നടന്നിട്ട് പൊരുത്തം ചോദിച്ചു ഫാത്തിമ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പെണ്ണെ നീ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നിനക്ക് വാശി, നിങ്ങളല്ലേ ചെയ്ത് അങ്ങാരി മിണ്ടട്ടെ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ ആരുടെ ഭാഗത്താണ് തെറ്റ് നീ നോക്കരുത്. നിന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല, നിന്റെ ഭർത്താവിന്റെ കയ്യിലാ തെറ്റ് എന്ന് കരുതുക. ഇന്നത്തെ പെണ്ണുങ്ങൾ പറയും, അങ്ങാരി മിണ്ടട്ടെ, ഇച്ച മിണ്ടട്ടെ, എന്റെ അങ്ങാർക്ക് മാത്രമേ വാശിയുള്ളൂ, എനിക്കും വാശിയുണ്ട്. എന്നാ നീ പഠിച്ചോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ താഴ്ന്നു കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ ഇഷ്ടപ്പെട്ടില്ല നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെണ്ണെ നീ ഒന്ന് താഴ്ന്നു കൊടുക്കണം. നീ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ പോകണം. അദ്ദേഹം മിണ്ടുന്നത് വരെ നീ പട്ടിണി കിടക്കണം. ഭർത്താവിനോട് പറയണച്ചാ, നിങ്ങൾ മിണ്ടുന്നത് വരെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കൂല, ഞാൻ വെള്ളം കുടിക്കൂല. എന്റെ പെങ്ങളെ, ഭർത്താവിന്റെ പിണക്കം മാറ്റിയ അല്ലാഹ് നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവും ഭാര്യയും പിണങ്ങി, ഭർത്താവും ഭാര്യയും പിണങ്ങി. ആ പിണങ്ങിക്കിടക്കുന്ന ഭർത്താവിന്റെ പിണക്കം മാറ്റുന്ന പെണ്ണിന് അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്താ പ്രതിഫലം? നിനക്കും വാശി ഇല്ലേ? ഓള് മിണ്ടട്ടെ, ഓള് കാല് പിടിക്കട്ടെ, ഓള് തലയെ പിടിക്കട്ടെ. അങ്ങനല്ല ചങ്ങാതി. ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ തെറ്റാരുടെ ഭാഗത്താണോ? ഇവിടെ അങ്ങനെ തെറ്റാ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ട്. അയ്യൂബ് നബിയുടെ ചരിത്രം വായിച്ചു നോക്ക്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ, ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ഭാര്യ മോശമാ, നിങ്ങളുടെ ഭാര്യ വ്യഭിചാരത്തിന് പിടിച്ചിട്ട് മുടി മുറിച്ചു കഴിച്ചൊരു ചരിത്രം പറയുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ വന്നു. അയ്യൂബ് നബിയുടെ മനസ്സിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ വന്നു. പക്ഷെ അത് തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായപ്പോ ഭാര്യയോട് പോലും മാപ്പ് ചോദിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് നിന്റെ കയ്യിലാണ് തെറ്റെങ്കിൽ നീ തന്നെ ഭാര്യയുടെ പിണക്കം മാറ്റണം. ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങി ആരാണോ ആദ്യം ചെന്ന് സലാം പറയുന്നത്, അള്ളാഹു അവർക്കൊരു പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, എന്റെ പ്രിയപ്പെട്ടവരെ, അലിയാര് തങ്ങളുമായി കുടുംബജീവിതം നയിച്ചു. അടിയുമില്ല, വഴക്കുമില്ല, ബഹളങ്ങളുമില്ല, കുറ്റപ്പെടുത്തലുമില്ല, പരിഹാസവുമില്ല. അവര് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 29 വയസ്സായി. ഫാത്തിമ ബീവി എത്ര കൊല്ലം ജീവിച്ചു? നിന്നെ പോലെ 50 വർഷം ജീവിച്ചില്ല, 40 വർഷം ജീവിച്ചില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് 29 വയസ്സുവരെ ജീവിച്ചുള്ളൂ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം നിങ്ങൾ പഠിക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളുമായി വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിന് സുഖമില്ലാതായത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം പിടിച്ചു. പ്രവാചകന് രോഗം പിടിച്ചു വല്ലാത്ത പ്രയാസത്തിൽ കിടക്കുമ്പോ അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, ഞാൻ എന്റെ ഉപ്പാടെ വീട്ടിൽ പോട്ടെ, ഞാൻ എന്റെ ഉപ്പാടെ വീട്ടിൽ പോട്ടെ. എന്റെ ഉപ്പ രോഗിയായി കിടക്കുകയാ, എന്റെ ഉപ്പാനെ എനിക്ക് ചികിത്സിക്കണം, എന്റെ ഉപ്പായ്ക്ക് പോയി ഖിദ്മത്ത് ചെയ്യണം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനോട് അനുവാദം ചോദിച്ചിട്ട് രോഗിയായി കിടക്കുന്ന വാപ്പാടെ ചാരത്ത് പോയി. നീ നിന്നെ കുറിച്ച് ചിന്തിക്ക്. നിന്നെ ഇത്രയും കാലം പോറ്റി വളർത്തി, നല്ലതുപോലെ കഷ്ടപ്പെട്ട് നിനക്കൊരു വിവാഹ ജീവിതം ഉണ്ടാക്കി തന്ന നിന്റെ വാപ്പ രോഗം പിടിച്ച് കിടക്കുന്നു, ഉമ്മ രോഗം പിടിച്ച് കിടക്കുന്നു. അവരെ ഒന്ന് നോക്കാൻ വേണ്ടി നിന്നെ വിളിച്ച നീ പറയും, മക്കൾക്ക് ട്യൂഷൻ ഉണ്ട്, മക്കൾക്ക് മദ്രസയിൽ പോകണം,
മക്കൾക്ക് സ്കൂളിൽ പോകണം, നീ പോകാറുണ്ടോ? വാപ്പ രോഗം പിടിച്ച് കിടന്നപ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, വാപ്പായിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാ. എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കണം, പെൺകുട്ടികൾക്ക് വാപ്പാനെ വല്ലാത്ത ഇഷ്ടമാ, വാപ്പമാരെ വല്ലാത്ത ഇഷ്ടമാ. അള്ളാഹുവിന്റെ റസൂല് സുഖമില്ലാതെ കിടന്നപ്പോ ഫാത്തിമ പോയിട്ട് ഭർത്താവിനോട് ചോദിച്ചു, ഞാൻ പൊക്കോട്ടെ, എന്റെ ഉപ്പാനെ എനിക്ക് നോക്കണം, എന്റെ ഉപ്പാനെ എനിക്ക് നോക്കണം. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നു. പ്രവാചകന് വെള്ളമെടുത്തു കൊടുത്തു, കൈകാലുകൾ നെക്കിക്കൊടുത്തു. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം പിടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിൽ പ്രവാചകന് രോഗം കൂടിയിട്ട് ഇങ്ങനെ കിടക്കും. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈകാലുകൾ ഇങ്ങനെ നെക്കിക്കൊടുക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, മോളെ ഫാത്തിമ, വാപ്പ ഒരു കാര്യം പറയാം, എന്റെ പൊന്നുമോള് വിഷമിക്കരുത്, എന്റെ പൊന്നുമോള് വിഷമിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമകളോട് പറഞ്ഞു, മോളെ, വാപ്പയുടെ മരണം അടുത്തു, ഉപ്പാന്റെ മരണമെടുത്തു. ചില അടയാളങ്ങളൊക്കെ ഞാൻ കണ്ടു ഫാത്തിമ. എല്ലാ വർഷവും റമളാനിന് ഒരു പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാമിന് ഖുർആൻ മുഴുവനും ഓതി കേൾപ്പിക്കണം. പക്ഷെ ഈ പ്രാവശ്യം 2 പ്രാവശ്യം വാപ്പ ഓതി കേൾപ്പിച്ചു. റമളാൻ മാസത്തിലെ 2 ഖത്തം ഞാൻ തീർത്തു. എന്റെ മരണമെടുത്തു, അതിന്റെ അടയാളങ്ങളൊക്കെ ഞാൻ കണ്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകളോട് പറഞ്ഞപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കൈ പിടിച്ചിട്ട് ചോദിച്ചു, വാപ്പ, എനിക്കിനി ആരാ ഉള്ളേ? അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് പ്രവാചകൻ പറഞ്ഞു, മോളെ, എന്റെ മരണം അടുത്തു എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ ഉപ്പാനോട് ചോദിക്ക, ഉപ്പ, എന്റെ ഉമ്മ പോയി, എന്റെ ഉമ്മ എന്റെ ചെറുപ്പത്തിലേ പോയി, എന്റെ താത്താമാര് പോയി, എന്റെ അനുജന്മാര് പോയി, ഉപ്പ, ഇനി നിങ്ങളും കൂടെ പോയാ ഇനി എനിക്ക് ആരുണ്ട്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മക്കളുള്ള, അലിയാര് തങ്ങളുള്ള ഫാത്തിമ ബീവിക്ക് മക്കളുണ്ട്. ഫാത്തിമ ബീവിക്ക് മക്കളുണ്ട്, അലിയാര് തങ്ങൾ എന്ന ഭർത്താവുണ്ട്. എന്നിട്ടും ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള്, കെട്ടിച്ചു വിട്ട പൊന്നുമോള്, വാപ്പ മരിക്കാൻ പോകുകയാ എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു, ഉപ്പ, എന്റെ ഉമ്മ പോയി, എന്റെ സഹോദരങ്ങളും സഹോദരിമാരും കരയണ്ട, മോള് കരയണ്ട, എന്റെ പൊന്നുമോള് കരയണ്ട, ഉപ്പ പോയാ തൊട്ടു പുറകില് നീയുണ്ട് മോളെ. അള്ളാന്റെ റസൂല് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, മോളെ, ഉപ്പ പോയാ തൊട്ടു പുറകില് നീയുണ്ട്, എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് നീയാ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചരിത്രം പറയാ, ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തത്. 29 വയസ്സേ ഉള്ളൂ പെണ്ണെ. 29 വയസ്സുള്ള 5 മക്കളുടെ ഉമ്മയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാരും ഉണ്ട്. നിനക്ക് 50-60 വയസ്സ്, നിനക്ക് ഇപ്പോഴും പേടി. 29 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളോട് പറഞ്ഞു, ഈ കൊല്ലം തന്നെ നീ മരിക്കും ഫാത്തിമ, ഈ വർഷം തന്നെ നീ മരിക്കുമെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീബി കെട്ടിപ്പിടിച്ചിട്ട് ഉപ്പാന് ചുംബനം കൊടുക്ക, എന്റെ ഉപ്പയില്ലാത്ത ദുനിയാവ് എനിക്ക് വേണ്ട. അതാ സ്നേഹം, അതാ സ്നേഹം. ഫാത്തിമ പറയും, എന്റെ വാപ്പ ഇല്ലെങ്കിൽ എനിക്കിനി വേണ്ട, എന്റെ ഉപ്പയില്ലാത്ത ദുനിയാവ് എനിക്ക് വേണ്ട. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞ. അവിടെന്ന് പടച്ചവനെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നീ എന്തിനാ ഫാത്തിമ ചിരിച്ചേ? ഞാൻ പറയൂല, എന്റെ ഉപ്പ പറഞ്ഞ രഹസ്യമാ, എന്റെ ഉപ്പ പറഞ്ഞ രഹസ്യമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്ന് ഫെബ്രുവരി 29 വയസ്സുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, നീ പഠിക്കണം ഫാത്തിമയെ കുറിച്ച്. 29 കൊല്ലമേ ജീവിച്ചുള്ളൂ പെണ്ണെ. ആ പെണ്ണാ നാളെ സ്വർഗത്തിൽ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്നാ നീ സ്വർഗത്തിൽ പോകേണ്ടത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവസാനം പടച്ചവനെ സക്കറാത്തിന്റെ അവസ്ഥയിൽ 29ാമത്തെ വയസ്സിൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി, മുത്തുനബി വഫാത്തായി. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ചരിത്രം അറിയാം. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫാത്തിമയെ കൊണ്ട് സഹിക്കാൻ കഴിയാത്തതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. അവിടെ മയ്യത്ത് കൊണ്ടുപോയി, അവിടത്തെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കിയിട്ട് തിരിച്ചു വന്നപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അനസ്, നിനക്ക് എങ്ങനെ തോന്നി എന്റെ ഉപ്പാടെ നെഞ്ചത്ത് മണ്ണ് വാരിയിടാൻ?
10 കൊല്ലം ഹാദിമായി ജീവിച്ചിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, നിനക്കെങ്ങനെ പറ്റി? അള്ളാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിൽ മണ്ണ് വാരിയിടാൻ നിനക്കെങ്ങനെ തോന്നി അനസേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അലിയാര് തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായപ്പോ എനിക്ക് 2 നഷ്ടമാ ഉണ്ടായേ. നിനക്കൊക്കെ നിന്റെ മാതാപിതാക്കളോട് എത്ര സ്നേഹമുണ്ടോ സഹോദരി? അലിയാര് തങ്ങൾ പറയാ, മുത്തുനബി വഫാത്തായപ്പോ എനിക്ക് 2 നഷ്ടമാ ഉണ്ടായേ. ഒന്ന്, മുത്തുനബി വഫാത്തായതെന്ന് പറയുന്ന നഷ്ടം. അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായപ്പോ മുത്തുനബി മരണപ്പെട്ടതിന്റെ ദുഃഖം എനിക്കുണ്ടായി. രണ്ടാമത്തെ നഷ്ടം എന്തെന്നറിയോ? എന്റെ ഫാത്തിമ പോയി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ ഫാത്തിമ ചിരിച്ചിട്ടില്ല.